ഹായ് എവരി വൺ, സിമ്പിൾ പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 10ാം ക്ലാസ്സിലെ അധ്യായം 6 സമരവും സ്വാതന്ത്ര്യവും എന്ന ചാപ്റ്ററാണ് പഠിച്ചത്. 10th പ്രിലിംസിന് അതുപോലെ തന്നെ +2 ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിലുമൊക്കെ ഒരുപാട് തവണ ഡിഗ്രി ലെവൽ എല്ലാം ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ആ പാഠത്തിൽ കൂടുതലായും വന്നിരിക്കുന്നത്. അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ആ ക്ലാസ് കാണാത്തവർക്കായിട്ട് ക്ലാസ്സിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് കാണണം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 10ാം ക്ലാസ്സിലെ 5ാം പാഠം സംസ്കാരവും ദേശീയതയും. സംസ്കാരവും ദേശീയതയും എന്നുള്ള ഈ പാഠത്തിൻ്റെ ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ബുക്കിൽ നിന്നുമുള്ള ഒരു ഭാഗമാണ്. നമുക്കതൊന്ന് വായിക്കാം. ഇന്ത്യയുടെ നാനാത്വം വമ്പിച്ചതാണ്, അത് പ്രത്യക്ഷമാണ്, അത് ഉപരിതലത്തിൽ പൊന്തി നിൽക്കുന്നു, ആർക്കും കാണാൻ വിരോധമില്ല. മുഖത്തിലും ആകൃതിയിലും ഭക്ഷണത്തിലും വസ്ത്രത്തിലും അവർ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഭാഷയുടെ കാര്യം പറയേണ്ടതുമില്ലല്ലോ. ബംഗാളികൾ, മഹാരാഷ്ട്രർ, ഗുജറാത്തികൾ, തമിഴർ, ആന്ധ്രാപ്രദേശുകാർ, ഒറിയക്കാർ, സിന്ധികൾ, പഞ്ചാബികൾ, അസാംകാർ, കർണാടകക്കാർ, മലയാളികൾ, പഠാണികൾ, കാശ്മീരികൾ, രജപുത്രർ, ഹിന്ദുസ്ഥാനി ഭാഷക്കാരായ വമ്പിച്ച മധ്യദേശക്കാർ, ഇവരെല്ലാം അനേകം നൂറ്റാണ്ടുകളായി തങ്ങളുടെ പ്രത്യേകമായ വ്യത്യസ്ത ധർമ്മങ്ങൾ പുലർത്തിപ്പോന്നിട്ടുണ്ട്. പല കഥകളിലും രേഖകളിലും പറഞ്ഞിട്ടുള്ള അതേ ഗുണദോഷങ്ങൾ ഇന്നും അവരിലുണ്ട്. എന്നിട്ടും ഈ യുഗയുഗാന്തരങ്ങളിൽ അവർ ദേശീയമായി ഒരേ പൈതൃകത്തോടും മാനസികവും ധാർമ്മികവുമായി ഒരേ തരത്തിൽപ്പെടുന്ന ഗുണവിശേഷങ്ങളോടും കൂടി ഭാരതീയരായി തന്നെയിരുന്നു. ജീവത്വം, ചൈതന്യപൂർണമായ എന്തോ ഒന്ന് ഈ പൈതൃകത്തിലുണ്ടായിരുന്നു. ജീവിതത്തെയും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെയും സംബന്ധിച്ച് കൈക്കൊണ്ട മനോഗതിയിലും ജീവിത രീതികളിലും അത് പ്രത്യക്ഷപ്പെട്ടു. ഇന്ത്യയുടെ ഏകത്വം എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിമേൽ ബുദ്ധിയുടെ വെറുമൊരു സങ്കല്പം മാത്രമല്ല, എന്നെ ആവേശിച്ചടിപ്പെടുത്തി കളഞ്ഞ വൈകാരികമായ ഒരു അനുഭവമാണ്. യാതൊരു രാഷ്ട്രീയ വിഭജനത്തിനും ആപത്തിനും മഹാനാശത്തിനും കീഴടക്കാൻ കഴിയാത്ത വിധത്തിൽ അത്രയും ബലിഷ്ഠമായിരുന്നു കാതലായ ആ ഏകത്വം. അപ്പോൾ ഇന്ത്യയെ കണ്ടെത്തൽ, ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിലെ ഒരു ഭാഗമാണ് ഇത്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യക്കാരുടെ ഏകത്വത്തെക്കുറിച്ചാണ് ഇവിടെ ജവഹർലാൽ നെഹ്റു പരാമർശിച്ചിരിക്കുന്നത്. വൈവിധ്യങ്ങൾക്കിടയിലും ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏകത്വത്തെയാണ് നെഹ്റുവിൻ്റെ വരികൾ വെളിപ്പെടുത്തുന്നത്. ഈ ഏകത്വമാണ് ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ നമ്മൾ പല ജാതികളിൽ, പല മതത്തിൽ വിശ്വസിക്കുന്ന, പല ഭാഷ സംസാരിക്കുന്നവർ, പല വേഷം ധരിക്കുന്നവരൊക്കെ ആയിരുന്നിട്ട് കൂടി എന്താണ് അവർക്കിടയിൽ ഒരു ഏകത്വം ഉണ്ടായിരുന്നു, അല്ലേ? അവരൊന്നാണെന്നുള്ളൊരു ഫീൽ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നെഹ്റു ഇവിടെ പറയുന്നത്. ഈ ഏകത്വം തന്നെയാണ് ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിൻ്റെ അടിസ്ഥാനവും. ഇന്ത്യൻ ദേശീയതയുടെ രൂപപ്പെടലിന് നിരവധി ഘടകങ്ങൾ കാരണമായി. ജാതി, മതം, വർഗം, പ്രാദേശിക വ്യത്യാസങ്ങൾക്കുപരിയായി ഒരു രാജ്യത്തെ ജനതയുടെ മാനസിക ഐക്യമാണ് ദേശീയത. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണം ഇന്ത്യക്കാരിൽ ദേശീയബോധം വളർത്തിയതെങ്ങനെയെന്ന് നമ്മൾ മുൻ പാഠഭാഗത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളത് പഠിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അതോടൊപ്പം സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുണ്ടായിരുന്ന നിരവധി മാറ്റങ്ങളും ഇന്ത്യൻ ജനതയുടെ ദേശീയബോധത്തെ ശക്തമാക്കി. 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ സാംസ്കാരിക രംഗത്തും ആശയതലങ്ങളിലും 2 തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. എന്തൊക്കെയായിരുന്നു? ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന അസമത്വങ്ങൾക്കും തിന്മകൾക്കും അവകാശ നിഷേധങ്ങൾക്കും എതിരായവയും അതുപോലെ തന്നെ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരുന്ന സാമ്രാജ്യത്വ ചൂഷണത്തിനെതിരായ. അപ്പോൾ 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ സാംസ്കാരിക രംഗത്ത് ആശയതലങ്ങളിൽ 2 തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയർന്നു വന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന അസമത്വങ്ങൾക്കും
തിന്മകൾക്കും അവകാശ നിഷേധങ്ങൾക്കും എതിരായവയായിരുന്നു ഒന്ന്. മറ്റൊന്ന് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരുന്ന സാമ്രാജ്യത്വ ചൂഷണത്തിന് എതിരായവ. ഇന്ത്യൻ ജനതയുടെ സാംസ്കാരികവും ആശയപരവുമായ ഇടപെടലും പ്രതിഷേധവും സാമൂഹിക ജീവിതം, വർത്തമാന പത്രങ്ങൾ, വിദ്യാഭ്യാസം, സാഹിത്യം, കല തുടങ്ങി വിവിധ മേഖലകളിൽ സ്വാധീനം ചെലുത്തി. ഈ രംഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിന് വഴിയൊരുക്കി. കോളനി ഭരണവും ദേശീയതയും എന്ന തലക്കെട്ടോടുകൂടിയാണ് അടുത്ത ഭാഗം. കോളനി ഭരണവും ദേശീയതയും എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ജനതയുടെ ജീവിതത്തെയും സംസ്കാരത്തെയും ആഴത്തിൽ അറിയേണ്ടത് തങ്ങളുടെ ഭരണം ശക്തിപ്പെടുത്താൻ അത്യന്താപേക്ഷിതമാണെന്ന് ബ്രിട്ടീഷുകാർ കരുതിയിരുന്നു. സംസ്കൃതത്തിലും പേർഷ്യനിലും രചിക്കപ്പെട്ട കൃതികൾ വായിച്ചും പരിഭാഷപ്പെടുത്തിയും അവർ ഇന്ത്യയെക്കുറിച്ച് അറിവ് നേടി. കൂടുതൽ പഠനങ്ങൾക്ക് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകാനും ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്നതിനുമായി അവർ ചില സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. അവയിൽ ചിലതാണ് ഇവിടെ ബോക്സിൽ തന്നിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാം. ഇത് നമുക്ക് ഈ ബോക്സിൽ തന്നിരിക്കുന്നതെല്ലാം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കണം. ഇവിടെ ഈ ഭാഗത്തു നിന്നൊക്കെ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്ന സ്ഥാപനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വില്യം ജോൺസ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിൻ്റെ സ്ഥാപകനാണ് വില്യം ജോൺസ്. അതുപോലെ തന്നെ കൽക്കട്ട മദ്രസ. കൽക്കട്ട മദ്രസ എന്ന് അതിൻ്റെ സ്ഥാപകനായിരുന്നു വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്സ് ആണ് കൽക്കട്ട മദ്രസയുടെ സ്ഥാപകൻ. അതുപോലെ തന്നെ അടുത്തതാണ് ബനാറസ് ഹിന്ദു കോളേജ്. ബനാറസ് ഹിന്ദു കോളേജിൻ്റെ സ്ഥാപകൻ ആരാണ്? ജോനാഥൻ ഡെങ്കനാണ്. ഈ ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ ആരാണ്? അല്ലെങ്കിൽ ജോനാഥൻ ഡെങ്കൻ ജോനാഥൻ ഡെങ്കൻ സ്ഥാപിച്ച സ്ഥാപനം ഏതാണ് എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ബനാറസ് സംസ്കൃത കോളേജ് ജോനാഥൻ ഡെങ്കൻ, കൽക്കത്ത മദ്രസ വാറൻ ഹേസ്റ്റിങ്സ്, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസ്. ബോക്സിൽ തന്നിരിക്കുന്നത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. എന്നാൽ ഇതിലൂടെ മാത്രം ഇന്ത്യയെ പൂർണ്ണമായി മനസ്സിലാക്കാനാവില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. വ്യാപാര വളർച്ചയ്ക്കായി ഇന്ത്യയുടെ സാമൂഹിക രംഗത്ത് ബ്രിട്ടൻ കൂടുതൽ ഇടപെടണമെന്ന് സ്വതന്ത്ര വ്യാപാരത്തിനായി വാദിക്കുന്ന ചിന്തകർ ആവശ്യപ്പെട്ടു. ജനപിന്തുണയില്ലാതെ ശക്തമായ പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കാനാവില്ലെന്ന് ബ്രിട്ടൻ മനസ്സിലാക്കി. തുടർന്ന് ഇന്ത്യൻ ജനതയിൽ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ നേടാൻ അവർ ശ്രമിച്ചു. അതിനു വേണ്ടിയാണ് അവർ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത്. അപ്പോൾ ഇവിടെ പിക്ചറിൽ തന്നിരിക്കുന്ന ഇത് നിങ്ങൾക്ക് കാണാം. ഇതാണ് എന്ത്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിൻ്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ വില്യം ജോൺസ് ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അവർ ഇന്ത്യയിൽ ആരംഭിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യൻ ജനതയിൽ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ നേടാനായിട്ട് അവർ ശ്രമിച്ചു. അപ്പം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളതായിരുന്നല്ലോ ഇവരുടെ തന്ത്രം. അപ്പോൾ അവരെന്ത് ചെയ്തു? ഇവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പാക്കുന്നു. അത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1835 കേട്ടോ. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പാക്കിയ വർഷം ചോദിച്ചാൽ 1835. മെക്കാളെ പ്രഭു പറഞ്ഞ അല്ലെങ്കിൽ മെക്കാളെ പറഞ്ഞ ഒരു കോട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് LDC 2017 ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും, അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? മെക്കാളെ പ്രഭു. അപ്പോൾ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും, അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇത് ആരുടെ വാക്കുകളാണ്? ആരുടെയാണ്? മെക്കാളെ പ്രഭുവിൻ്റെ വാക്കുകളാണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് LDCയുടെ.
1835 ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പാക്കുന്ന അവസരത്തിൽ മെക്കാളെ പറഞ്ഞ വാക്കുകളാണിത് അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞു ഇവരെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ നടപ്പിലാക്കി. ഈ സമയത്ത് മെക്കാളെ പ്രഭു പറഞ്ഞ വാക്കുകളാണ് എന്ത്? രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും, അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ പറഞ്ഞത് ആരാണ്? മെക്കാളെ പ്രഭുവാണ് അങ്ങനെ പറഞ്ഞത്. എൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇതൊന്ന് പറഞ്ഞു നോക്കണം കേട്ടോ. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും, അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ആരാണ് പറഞ്ഞത്? മെക്കാളെ പ്രഭു. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ വർഷം ഏതാണ്? 1835. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിൻ്റെ സ്ഥാപകൻ ആരാണ്? വില്യം ജോൺസ്. കൽക്കട്ട മദ്രസയുടെ സ്ഥാപകൻ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. ബനാറസ് ഹിന്ദു കോളേജിൻ്റെ സ്ഥാപകൻ ആരാണ്? ജോനാഥൻ ഡെങ്കൻ. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പാക്കിയതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? ഒരു ലക്ഷ്യം നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷുകാരുടെ ജീവിതരീതികളോട് താല്പര്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ നടപ്പിലാക്കിയതിൻ്റെ ലക്ഷ്യമായി പറയുന്നത്. 19-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലീഷ് സംസ്കാരവും ആശയങ്ങളും ഇന്ത്യൻ സമൂഹത്തിലേക്ക് കടന്നുകയറിയപ്പോൾ അവയെ പ്രതിരോധിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഇന്ത്യയിലെ ഒരു വിഭാഗം കരുതി. അപ്പോൾ ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഇംഗ്ലീഷ് സംസ്കാരവും അവരുടെ ആശയങ്ങളും ഇന്ത്യൻ സമൂഹത്തിലേക്ക് കടന്നു കയറാൻ തുടങ്ങി. അപ്പോൾ ഇന്ത്യയിലെ ഒരു വിഭാഗത്തിന് അത് മനസ്സിലായി. അവരെന്ത് തീരുമാനിച്ചു? ഇതിനെ പ്രതിരോധിക്കേണ്ടത് അനിവാര്യമാണെന്നവർ തീരുമാനിച്ചു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുകയും അതിലൂടെ ജനാധിപത്യം, സ്വാതന്ത്ര്യം, യുക്തിചിന്ത, തുല്യനീതി, ശാസ്ത്രബോധം, സോഷ്യലിസം, പൗരാവകാശങ്ങൾ എന്നിവയെക്കുറിച്ച് ബോധവാന്മാരാവുകയും ചെയ്തിരുന്ന ഇങ്ങനെ ചിന്തിച്ചതിൽ ഭൂരിഭാഗവും. അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവരും അതിലൂടെ ജനാധിപത്യം, സ്വാതന്ത്ര്യം, യുക്തിചിന്ത, തുല്യനീതി, ശാസ്ത്രബോധം, സോഷ്യലിസം, പൗരാവകാശങ്ങൾ എന്നിവയെക്കുറിച്ച് ബോധവാന്മാരാവുകയും ചെയ്തവരായിരുന്നു ഇങ്ങനെ ചിന്തിച്ചതിൽ ഭൂരിഭാഗവും. അവർ ഇന്ത്യയിൽ നിലനിന്ന സാമൂഹിക ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പരിഷ്കരിക്കാനും അവയുടെ സഹായത്താൽ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ കടന്നുകയറ്റത്തെ ചെറുക്കാനും ശ്രമിച്ചു. അതിനായി അവർ ഇന്ത്യൻ സമൂഹം, ഭാഷ, കല, സാഹിത്യം തുടങ്ങിയവയെ നവീകരിച്ചു. അപ്പോൾ ഇവരൊക്കെ പാശ്ചാത്യ വിദ്യാഭ്യാസം കിട്ടിയവരാണ് ഇതിനെ എതിർക്കാൻ തുടങ്ങിയത്. പക്ഷേ അവരെന്ത് ചെയ്തു? അതിലൂടെ തന്നെ ഈ അനുഷ്ഠാനങ്ങളും പരിഷ്കാരങ്ങളും എല്ലാം കൊണ്ടുവന്നു. ഇതിൻ്റെ എല്ലാ സഹായത്തോടെ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില അനാചാരങ്ങളെ തുടച്ചു നീക്കാൻ ശ്രമിച്ചു. അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? ഭാഷയും കലയും സാഹിത്യവുമെല്ലാം നവീകരിച്ചു. അത് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന അസമത്വങ്ങളെയും അവകാശ നിഷേധങ്ങളെയും ചെറുക്കാനും അതിലൂടെ ഇന്ത്യൻ ജനതയിൽ ഐക്യബോധം സൃഷ്ടിക്കാനും ഇടയാക്കി. ഇവിടെ നമുക്ക് പാഠഭാഗത്ത് സയൻറ്റിഫിക് സൊസൈറ്റികൾ എന്ന തലക്കെട്ടിൽ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നോക്കാം. 19-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്താനും ശാസ്ത്രബോധം പ്രചരിപ്പിക്കാനും ചർച്ച ചെയ്യാനുമായി നിരവധി സയൻറ്റിഫിക് സൊസൈറ്റികൾ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടു. യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റിയായിരുന്നു കൽക്കട്ട 1825. യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി 1825 കൽക്കട്ടയിൽ സ്ഥാപിക്കപ്പെടുന്നു. പൊതുവിവരങ്ങൾ നേടുന്നതിനു വേണ്ടിയുള്ള സൊസൈറ്റി 1838 കൽക്കട്ടയിൽ സ്ഥാപിതമാകുന്നു. അപ്പോൾ യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുന്നതിന് കൽക്കട്ടയിൽ ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നു 1825. പൊതുവിവരങ്ങൾ നേടുന്നതിന് വേണ്ടി കൽക്കട്ടയിൽ വീണ്ടും ഒരു സൊസൈറ്റി നിർമ്മിക്കുന്നു. അത് 1838 മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ 1876 ബംഗാളിലാണ് സ്ഥാപിക്കപ്പെട്ടത്. അപ്പം മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ അഥവാ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് സയൻസ് ഇത് സ്ഥാപിക്കപ്പെട്ടത് 1876 ബംഗാളിലാണ്.
ബനാറസ് സംവാദ് ക്ലബ്ബ് സ്ഥാപിക്കപ്പെട്ടത് 1861 ബനാറസിലായിരുന്നു. ബനാറസ് സംവാദ് ക്ലബ്ബ് എവിടെയാണ്? ബനാറസ്. ഏത് വർഷം? 1861. സർ സെയ്ദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി 1864 അലിഗഡിൽ സ്ഥാപിക്കപ്പെടുന്നു. അപ്പോൾ അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി ആരാണ് സ്ഥാപിച്ചത്? സർ സെയ്ദ് അഹമ്മദ് ഖാൻ. വർഷം 1864. എവിടെയാണ്? അലിഗഡിലാണ്. ബീഹാർ സയൻറ്റിഫിക് സൊസൈറ്റി എവിടെയാണ്? ബീഹാർ. 1868. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയിൽ 19-ാം നൂറ്റാണ്ടിൽ നിലവിൽ വന്ന അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സയൻറ്റിഫിക് സൊസൈറ്റികൾ. സാമൂഹിക പരിഷ്കരണം എന്ന തലക്കെട്ടോടുകൂടിയാണ് അടുത്ത ഭാഗം തുടങ്ങുന്നത്. സാമൂഹിക പരിഷ്കരണം. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അനാചാരങ്ങൾ നിലനിന്നിരുന്നു അല്ലേ, പ്രത്യേകിച്ചും സ്ത്രീകളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതിനെതിരെയൊക്കെ പടപൊരുതിയ ഒരുപാട് നവോത്ഥാന നായകന്മാർ നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സാമൂഹിക പരിഷ്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന്. ഇന്ത്യൻ ജനങ്ങളിൽ വളർന്നു വന്ന സ്വാതന്ത്ര്യ ചിന്ത, ആധുനികവൽക്കരണത്തോടുള്ള താൽപ്പര്യം, യുക്തിചിന്ത എന്നിവ 19-ാം നൂറ്റാണ്ടിൽ വ്യത്യസ്ത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവത്തിന് വഴിതെളിച്ചു. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് പ്രധാനമായും 2 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇന്ത്യയിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു. അവരുടെ 2 ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ അനാചാരങ്ങളെ എതിർക്കുക. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന പല വിധത്തിലുള്ള അനാചാരങ്ങളുണ്ടായിരുന്നു അല്ലേ, അതിനെ എതിർക്കുകയായിരുന്നു ഒന്നാമത്തെ ലക്ഷ്യം. 2, എല്ലാ മനുഷ്യർക്കും വിവേചനങ്ങളില്ലാതെ വഴി നടക്കാനും വസ്ത്രം ധരിക്കാനും വിദ്യാഭ്യാസം നേടാനുമുള്ള പൗരാവകാശങ്ങൾ നേടിയെടുക്കുക. എല്ലാ മനുഷ്യർക്കും വിവേചനങ്ങളില്ലാതെ വഴി നടക്കാനും വസ്ത്രം ധരിക്കാനും അതുപോലെ തന്നെ വിദ്യാഭ്യാസം നേടാനുമുള്ള പൗരാവകാശങ്ങൾ നേടിയെടുക്കുക. അന്നത്തെ ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക ഘടന ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിന് അനുയോജ്യമല്ലായിരുന്നു. അതിനാൽ ഇന്ത്യൻ സമൂഹത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നതായിരുന്നു ഈ സാമൂഹിക പരിഷ്കർത്താക്കളുടെ ഉദ്ദേശ്യം. അതിനായി അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ സാമൂഹിക പരിഷ്കർത്താക്കൾക്ക് അറിയാമായിരുന്നു എന്താണ് ഈ ലക്ഷ്യങ്ങൾ ഇതെല്ലാം നേടുന്നതിന് ഇന്ത്യയുടെ അപ്പോഴത്തെ സാമൂഹിക സാമ്പത്തിക ഘടന ഈ മുകളിൽ പറഞ്ഞ ലക്ഷ്യങ്ങൾ നേടുന്നതിന് അനുയോജ്യമല്ലായിരുന്നു. അപ്പോൾ സമൂഹത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നതായിരുന്നു ഇവരുടെ അടുത്ത ഉദ്ദേശ്യം. അതിനായി അവർ മുന്നോട്ട് കുറച്ച് ആവശ്യങ്ങൾ വയ്ക്കുന്നു. അവ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യുക, എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക, സ്ത്രീകൾക്ക് എതിരായ വിവേചനങ്ങൾ അവസാനിപ്പിക്കുക, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക, വിധവാ പുനർവിവാഹം നടപ്പിലാക്കുക, ശൈശവ വിവാഹം, പൗരോഹിത്യ മേധാവിത്വം എന്നിവ അവസാനിപ്പിക്കുക. അപ്പം ഈ സാമൂഹിക പരിഷ്കർത്താക്കൾ മുന്നോട്ട് വെച്ച ചില ഉദ്ദേശ്യങ്ങളാണ്. അതിനു വേണ്ടിയിട്ട് ആ ഉദ്ദേശ്യങ്ങൾ നേടിയെടുക്കാൻ അവരുടെ കുറച്ച് ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യുക. നമുക്കറിയാം ജാതിയുടെ പേരിൽ വളരെയധികം തരംതിരിവും ചൂഷണങ്ങളും ഒക്കെ നടന്നിരുന്ന കാലമായിരുന്നു അല്ലേ. എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഉയർന്ന ജാതിയെന്നോ താഴ്ന്ന ജാതിയെന്നോ ഒന്നുമില്ലാതെ എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക. സ്ത്രീകൾക്കെതിരായ വിവേചനങ്ങൾ അവസാനിപ്പിക്കുക. എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക. വിധവാ പുനർവിവാഹം നടപ്പിലാക്കുക. വിധവകൾക്ക് എന്തായിരുന്നു പണ്ടത്തെ കാലത്തെ ആചാരം? എന്തായിരുന്നു? സതി അല്ലേ. അപ്പോൾ അതൊക്കെ നിർത്തലാക്കി വിധവാ പുനർവിവാഹം നടപ്പിലാക്കുക. ശൈശവ വിവാഹം, പൗരോഹിത്യ മേധാവിത്വം എന്നിവ അവസാനിപ്പിക്കുക. ഇവയൊക്കെയായിരുന്നു സാമൂഹിക പരിഷ്കർത്താക്കൾ മുൻപോട്ട് വെച്ച ആവശ്യങ്ങൾ. ഇത്തരത്തിൽ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെയാളാണ് രാജാറാം മോഹൻ റോയ് അല്ലേ. അപ്പോൾ രാജാറാം മോഹൻ റോയിയുടെ പിക്ചറാണ് ആദ്യം തന്നിരിക്കുന്നത്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെയാളാണ് ആര്? രാജാറാം മോഹൻ റോയ് അല്ലേ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ജാതി വ്യവസ്ഥയെയും സതി എന്ന ദുരാചാരത്തെയും
ശക്തമായി എതിർത്ത അദ്ദേഹം ബംഗാളി ബ്രഹ്മ സമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചു. അപ്പം ഈ ജാതി വ്യവസ്ഥയെയും സതി എന്ന ദുരാചാരം എന്തായിരുന്നു? ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഭാര്യ ആ ചിതയിൽ ചാടി ആത്മാഹുതി ചെയ്യുക എന്നുള്ളതായിരുന്നു ആചാരം. അപ്പം രാജാ റാം മോഹൻ റോയിനെ സതി നിർത്തലാക്കാൻ പ്രേരിപ്പിച്ചത് വളരെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വളരെയധികം ബാധിച്ച ഒരു സംഭവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ ആ ചിതയിൽ ചാടി അവർ ആത്മാഹുതി ചെയ്യുന്നു. അത് രാജാ റാം മോഹൻ റോയിയെ വല്ലാതെ മാനസിക സമ്മർദ്ദത്തിലാക്കുകയാണ്. അതിനെ തുടർന്നാണ് അദ്ദേഹം എന്തിനു വേണ്ടി ഇറങ്ങുന്നത്? ഈ സതി എന്ന ദുരാചാരത്തെ ശക്തമായി എതിർത്ത് അദ്ദേഹം ബംഗാളിൽ എന്ത് സ്ഥാപിക്കുന്നു? ബ്രഹ്മസമാജ സ്ഥാപകൻ ആരാണ്? അത് രാജാ റാം മോഹൻ റോയി ആണ്. അപ്പോൾ സതി എന്ന ദുരാചാരത്തെ ശക്തമായി എതിർത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? രാജാ റാം മോഹൻ റോയി ആണ്. ബംഗാളിൽ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? രാജാ റാം മോഹൻ റോയി. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിന് മേൽ അവകാശം നൽകണമെന്നും രാജാ റാം മോഹൻ റോയി അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളോട് ഒരു 2-3 ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ചോദിക്കാം അല്ലേ? ഇന്ത്യൻ സമൂഹത്തിൽ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെ വ്യക്തി ആരാണ്? രാജാ റാം മോഹൻ റോയി. ജാതി വ്യവസ്ഥയെയും സതി എന്ന ദുരാചാരത്തെയും ശക്തമായി എതിർത്ത സാമൂഹിക പരിഷ്കർത്താവ് രാജാ റാം മോഹൻ റോയി. ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? അല്ലെങ്കിൽ രാജാ റാം മോഹൻ റോയി സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? ബ്രഹ്മസമാജം. വിവിധ ജാതികളായി വിഭജിക്കപ്പെട്ട അന്നത്തെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ സ്ഥാനത്ത് ഒരൊറ്റ ഇന്ത്യൻ സമൂഹം എന്ന ആശയം പ്രചരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. രാജാ റാം മോഹൻ റോയി ശ്രമിച്ചത്. ഇത് ഇന്ത്യക്കാരിൽ രാജ്യസ്നേഹം വളരാനും സാഹചര്യം സൃഷ്ടിച്ച് അങ്ങനെ രാഷ്ട്രത്തിൻ്റെ ഐക്യവും സാമൂഹിക പരിഷ്കരണത്തിൻ്റെ ലക്ഷ്യമായി മാറി. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിന്മേൽ അവകാശം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അപ്പോൾ സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി സ്വത്തിന്മേൽ അവകാശം നൽകണമെന്ന് ആവശ്യപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അത് രാജാ റാം മോഹൻ റോയി ആണ്. ഇതിനെ തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പേർ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി വാദിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു. ബംഗാളിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം തുടങ്ങി. അപ്പോൾ ബംഗാളിൽ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഉത്തരം? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഓക്കെ, ഇനി ബംഗാളിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തി. അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായാണ് 1856 ബ്രിട്ടീഷ് ഗവൺമെൻറ് വിധവാ പുനർവിവാഹ നിയമം പാസാക്കിയത്. അപ്പം ബ്രിട്ടീഷ് ഗവൺമെൻറ് വിധവാ പുനർവിവാഹ നിയമം പാസാക്കിയത് എന്നാണ്? 1856. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം അവിടെ. ഹിന്ദു വിധവാ പുനർവിവാഹ നിയമ ബില്ല് പാസ്സാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. അപ്പോൾ സതി നിർത്തലാക്കാനും സ്ത്രീകൾക്ക് സ്വത്തിന് മേൽ അവകാശം കൊടുത്ത് അവരുടെ പദവി ഉയർത്തണമെന്ന് പറഞ്ഞതും രാജാ റാം മോഹൻ റോയിയും വിധവാ പുനർവിവാഹ നിയമം അത് ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കി 1856 അതിന് പരിശ്രമിച്ച വിധവാ പുനർവിവാഹത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. ഇനി സ്ത്രീകളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി അദ്ദേഹം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചപ്പോൾ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. വനിതകളുടെ ഉന്നമനത്തിനായി ചില പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അക്കാലത്ത് രൂപം കൊണ്ടു. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാഭായി ബോംബെയിൽ സ്ഥാപിച്ച ശാരദാ സദൻ ഇവയിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പം ബോംബെയിൽ വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകാനായി പണ്ഡിത രമാഭായി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ശാരദാ സദൻ. അപ്പം നമ്മളോട് ചോദിക്കാം, ശാരദാ സദൻ എവിടെയാണ്? ബോംബെ.
ശാരദാ സദൻ്റെ ലക്ഷ്യം എന്താണ്? വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുക. അപ്പോൾ വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത് രമാഭായി ബോംബെയിൽ സ്ഥാപിച്ച ശാരദാ സദൻ, പിന്നെ അതുപോലെ തന്നെ ശാരദാ സദൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുക. സ്ഥാപിച്ചതാരാണ്? പണ്ഡിത് രമാഭായി. എവിടെയാണ് ശാരദാ സദൻ സ്ഥാപിച്ചത്? ബോംബെയിലാണ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗറെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 പ്രശസ്ത കൃതികളുടെ കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയി. അതിലൊന്നാണ് ബാല്യവിവാഹ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ ഒരു പ്രശസ്ത കൃതിയാണ് ബാല്യവിവാഹ്. രണ്ടാമത്തേത് ബർണ പോറിഖോയി. അപ്പം ഇവ രണ്ടും ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. പണ്ഡിത് രമാഭായിയെക്കുറിച്ചും ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെക്കുറിച്ചും രാജാറാം മോഹൻ റോയിയെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയി, വിധവാ പുനർവിവാഹത്തിനായി പ്രയത്നിച്ച സാമൂഹിക പരിഷ്കർത്താവ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, അതുപോലെ തന്നെ ബോംബെയിൽ വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകാനായിട്ട് സ്ഥാപിച്ചത് ശാരദാ സദൻ ആര്? പണ്ഡിത രമാഭായി. ഇവയെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വീണ്ടും നിങ്ങളിത് കേൾക്കണം, എങ്കിലേ നിങ്ങൾക്കിത് മനസ്സിൽ ഉറച്ചിരിക്കുകയുള്ളൂ. എക്സാമിന് നമുക്ക് 10th പ്രിലിംസിനൊക്കെ 1 വേർഡാണ്. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ പ്രതീക്ഷിക്കേണ്ട നമുക്ക്. പക്ഷേ അതിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്താലേ നമുക്ക് സെക്രട്ടേറിയറ്റ്, OA പോലെയുള്ള എക്സാമുകൾക്കൊക്കെ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ പ്രിലിംസ് നമുക്ക് പാസ്സാകണമെങ്കിൽ കട്ട് ഓഫ് വളരെ കൂടുതൽ ഉയർന്നതായിരിക്കും. നമുക്കറിയാം, ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. ഇനി അടുത്തത് നമുക്ക് കുറച്ച് പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, പരിഷ്കർത്താക്കൾ, അവരുടെ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ബോക്സിൽ തന്നിരിക്കുന്ന കാര്യമായതുകൊണ്ട് ഇതിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം പഠിക്കാൻ. ഇവിടെ നിന്നൊക്കെയാണ് കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതി. ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു ആര്യസമാജത്തിൻ്റെ? വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തു. രാമകൃഷ്ണ മിഷൻ. ആരാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്? സ്വാമി വിവേകാനന്ദൻ അല്ലേ? സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസൻ. അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് രാമകൃഷ്ണ മിഷൻ ആര് സ്ഥാപിക്കുന്നു? സ്വാമി വിവേകാനന്ദൻ. അതിൻ്റെ ആശയങ്ങളായിരുന്നു ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു. ഇനി അലിഗഡ് പ്രസ്ഥാനം. ആരാണ് അലിഗഡ് പ്രസ്ഥാനം കൊണ്ടുവന്നത്? അത് സർ സെയ്ദ് അഹമ്മദ് ഖാനാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി വാദിച്ചു. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ പുരോഗതിക്കായി ആണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ വാദിച്ചത്. ഇനി പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടു. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ്. ഹിന്ദുമതത്തിൻ്റെ പുനരുദ്ധാരണത്തിനായാണ് തിയോസഫിക്കൽ സൊസൈറ്റി നിലകൊണ്ടത്. ഹിതകാരണി സമാജം വീരേശലിംഗ പന്തലുവിൻ്റെ ഹിതകാരണി സമാജത്തിലൂടെ വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചാരണം നടത്തി. സത്യശോധക് സമാജ് ജ്യോതിബ ഫുലെ. ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു. പിന്നാക്ക വിഭാഗക്കാർക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചു. ഇനി അടുത്തതാണ് സ്വദേശാഭിമാനി പ്രസ്ഥാനം. EV രാമസ്വാമി നായ്ക്കരാണ് സ്വദേശാഭിമാനി പ്രസ്ഥാനം സ്ഥാപിക്കുന്നത്. ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ശ്രീനാരായണ ധർമ്മപരിപാലന സംഘം, ശ്രീനാരായണ ഗുരു, SNDP അല്ലേ, ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർത്തു. പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി നിലകൊണ്ടു. അപ്പോൾ നമ്മളോട് ചോദിക്കും, ആര്യസമാജം ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. അതുപോലെ തന്നെ രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. അലിഗഡ് പ്രസ്ഥാനം ആരാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാൻ. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്.
തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ്, ഹിതകാരിണി സമാജം വീരേശലിംഗ പന്തലു, സത്യശോധക് സമാജ് ജ്യോതിബ ഫുലെ, സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം അഥവാ SNDP ശ്രീനാരായണ ഗുരു. ഈ ബോക്സിൽ തന്നിരിക്കുന്നത് നമ്മളോട് മാച്ച് ദ ഫോളോയിങ് ആയിട്ട്, അല്ലെങ്കിൽ ഹിതകാരിണി സമാജം നമുക്ക് ഇപ്പോൾ ജ്യോതിബ ഫുലെ എന്ന് തരും, പക്ഷേ ആരാണ്? വീരേശലിംഗ പന്തലു. അതുപോലെ നമുക്ക് ഇതിൽ കറക്റ്റായിട്ടുള്ളത് ഏത്, കറക്റ്റായിട്ടുള്ളത് അല്ലാത്തത് ഏത് എന്നൊക്കെ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ബോക്സ് നിങ്ങൾ നല്ലതുപോലെ ഒന്ന് പഠിക്കണം. ഇതിൻ്റെ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, പരിഷ്കർത്താക്കൾ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ, ഇതിൻ്റെ സ്ഥാപകർ, ഇതൊന്ന് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഈ സാമൂഹിക പരിഷ്കർത്താക്കളുടെയും പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തന ഫലമായിട്ട് ഇന്ത്യയിൽ നിലനിന്നിരുന്ന നിരവധി അനാചാരങ്ങളെ നിയമം മൂലം നിരോധിക്കാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതരായി. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 12 വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ വിവാഹത്തിന് വിലക്കേർപ്പെടുത്തി. ശിശുഹത്യ നിരോധിച്ചു. സതി നിരോധിച്ചു. സാമൂഹിക അനാചാരങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള നടപടികളെല്ലാം തന്നെ എടുത്തു. അടിമത്തം നിരോധിച്ചു. വിധവ പുനർവിവാഹം നടപ്പിലാക്കി. ശൈശവ വിവാഹവും ബഹുഭാര്യത്വവും നിരോധിച്ചു. അപ്പോൾ ഇവയൊക്കെയാണ് ഈ സാമൂഹിക പരിഷ്കർത്താക്കളുടെയും പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തന ഫലമായി ഇന്ത്യയിൽ നിലനിന്നിരുന്ന കുറേ ദുരാചാരങ്ങളിൽ കുറച്ച് മാത്രമാണ് ഇവയെല്ലാം നിരോധിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിർബന്ധിതരായി. ഒരു പത്രവാർത്തയാണ് ഇവിടെ തന്നിരിക്കുന്നത്. പത്രങ്ങൾ ദേശത്തെ ഒന്നാക്കുന്നു എന്ന ഹെഡിങ്ങിന് നമുക്കൊരു പത്രവാർത്ത ഇവിടെ തന്നിരിക്കുന്നു. നോക്കാം. ഇന്ത്യൻ പൗരന് അവൻ്റെ സ്വാഭാവികത നഷ്ടമായി. അവൻ്റെ ജീവരക്തം വരുണ്ടുണങ്ങി. അർദ്ധപട്ടിണിക്കാരനും അർദ്ധനഗ്നനുമാണവൻ. സ്വാദിഷ്ടമായ ഒരു വിഭവവും അവന് ലഭിക്കുന്നില്ല. അവൻ്റെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞിരിക്കുന്നു. പരിതാപകരമാണ് അവൻ്റെ അവസ്ഥ. ഇത് ആ സമയത്ത്, ആ കാലഘട്ടത്തെ ഒരു ന്യൂസ് പേപ്പറിൽ, ഏത് ന്യൂസ് പേപ്പറിലാണെന്ന് ചോദിച്ചാൽ ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രമായ സുലഭ് സമാചാറിൽ വന്ന വാർത്തയാണിത്. അപ്പോൾ ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രമായിരുന്ന സുലഭ് സമാചാറിലെ ഒരു വാർത്തയായിരുന്നു ഇത്. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഫലമായി ഇന്ത്യക്കാർക്കുണ്ടായ അവസ്ഥ ഈ വാർത്ത ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ അക്കാലത്തെ വർത്തമാന പത്രങ്ങൾ ഇന്ത്യൻ ജനതയുടെ മുന്നിലെത്തിച്ചു. കുറച്ച് പത്രത്തിൻ്റെ കട്ടിങ്സാണ് ഈ പാഠഭാഗത്ത് തന്നിരിക്കുന്നത്. നോക്കൂ. വർത്തമാന പത്രങ്ങൾ എന്ന തലക്കെട്ടോടുകൂടി തന്നിരിക്കുന്നവയാണ്. അതിൽ കുറച്ച് വാർത്തകൾ. ഇന്ത്യയുടെ ഓരോ ഭാഗത്തും നടക്കുന്ന അടിച്ചമർത്തലിനെയും മർദ്ദക ഭരണത്തെയും കൂട്ടക്കൊലയെയും കുറിച്ച് ഇന്ത്യയിലെമ്പാടുമുള്ള ജനങ്ങൾക്ക് ഈ വർത്തമാന പത്രങ്ങൾ വിവരം നൽകി. ഇന്ത്യൻ സമൂഹത്തിലെ തിന്മകൾക്കും അനാചാരങ്ങൾക്കുമെതിരായി നടക്കുന്ന സാമൂഹിക പരിഷ്കരണത്തെക്കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കി. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായും ഇന്ത്യയിലെ സാമൂഹികമായ തിന്മകൾക്കും എതിരായും പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും ജനങ്ങളെ അവർ പ്രേരിപ്പിച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും സമത്വത്തിനുമായി ജനങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങളെക്കുറിച്ച് പത്രത്തിലൂടെ വിവരം നൽകി. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് ജനങ്ങളെ വർത്തമാന പത്രങ്ങൾ ബോധവാന്മാരാക്കി. പ്ലേഗ്, ക്ഷാമം എന്നിവ മൂലം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ട വാർത്ത ഇന്ത്യയിലെമ്പാടും എത്തിച്ചു. അപ്പോൾ വർത്തമാന പത്രങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ വർത്തമാന പത്രങ്ങൾ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അടുത്ത ബോക്സിൽ നമുക്ക് തന്നിരിക്കുന്നത് ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരും. നമുക്ക് നോക്കാം. ഹിന്ദു, സ്വദേശി മിത്രം എന്നീ പത്രങ്ങൾ ജി സുബ്രഹ്മണ്യ അയ്യരുടേതാണ്. ഹിന്ദു, സ്വദേശി മിത്രം എന്നീ 2 പത്രങ്ങൾ ജി സുബ്രഹ്മണ്യ അയ്യരുടേതാണ്. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. അമൃത ബസാർ പത്രിക ആരുടെയൊക്കെയാണ്? ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും. ഇനി ബോംബെ സമാചാർ ഫർദൂജി മർസ്ബാൻ. കേസരി മറാത്ത ബാൽ ഗംഗാധർ തിലക്. ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായി നവറോജി. ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ.
ന്യൂ ഇന്ത്യ കോമൺവീൽ ആനി ബസന്റ്, യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി, അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്, വന്ദേ മാതരം ലാലാ ലജ്പത് റായ്, നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പോൾ ഈ പത്രങ്ങൾ നേതാക്കൾ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇന്ന പത്രം ആരുടെയാണ്, അല്ലെങ്കിൽ ഈ പത്രങ്ങൾ തന്നിട്ട് ഇതിൽ ഗാന്ധിജിയുടെ അല്ലാത്തത് ഏതാണ്, അല്ലെങ്കിൽ ദാദാഭായ് നവറോജിയുടെ പത്രം ഏതാണ് എന്നൊക്കെ നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടി വായിക്കാം. എൻ്റെ ഒപ്പം നിങ്ങളും വായിക്കുക. ഹിന്ദു, സ്വദേശി മിത്രം ആരാണ്? ജി സുബ്രഹ്മണ്യ അയ്യർ. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ബോംബെ സമാചാർ ഫർദൂജി മസ്താൻ. കേസരി മറാത്ത ബാൽ ഗംഗാധർ തിലക്. ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായി നവറോജി. ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ കോമൺവീൽ മിസിസ് ആനി ബസന്റ്. യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം ലാലാ ലജ്പത് റായ്. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പോൾ പത്രങ്ങളും നേതാക്കളും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിക്കണം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവും അതിൻ്റെ നേതാക്കളും തങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ ആശ്രയിച്ച പ്രധാന മാർഗം വർത്തമാന പത്രങ്ങളാണ്. അക്കാലത്ത് പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് സാമൂഹിക സേവനമായാണ് കരുതിയിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ അവ എതിർക്കുകയും ശക്തമായി വിമർശിക്കുകയും ചെയ്തു. ദേശീയ കാഴ്ചപ്പാടോടു കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയി ആണ്. അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംബാദ് കൗമുദി. ബംഗാളി ഭാഷയിൽ സംബാദ് കൗമുദിയും പേർഷ്യൻ ഭാഷയിൽ മിറാത്ത് ഉൾ അക്ബർ എന്നിവ സാമൂഹിക പരിഷ്കരണം, ദേശീയത, ജനാധിപത്യം തുടങ്ങിയ ആശയങ്ങൾക്ക് ഊന്നൽ നൽകി. അപ്പം രാജാറാം മോഹൻ റോയിയുടെ ബംഗാളി ഭാഷയിലുള്ള പത്രമാണ് സംബാദ് കൗമുദി. പേർഷ്യൻ ഭാഷയിലുള്ള പത്രമാണ് മിറാത്ത് ഉൾ അക്ബർ. ഇത് നമ്മളോട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. രാജാറാം മോഹൻ റോയിയുടെ ബംഗാളി ഭാഷയിലേത് ഏതാണ്? സംബാദ് കൗമുദി. പേർഷ്യൻ ഭാഷയിലേത്? മിറാത്തുൽ അക്ബർ. ഇനി ഇവയുടെ പാത പിന്തുടർന്ന് നിരവധി പത്രങ്ങൾ വിവിധ ഭാഷകളിൽ പുറത്തിറങ്ങി. ഇവയിൽ ഭൂരിഭാഗവും പ്രസിദ്ധീകരിച്ചത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കളായിരുന്നു. അത് നമ്മൾ മുകളിൽ പറഞ്ഞല്ലോ. വർത്തമാന പത്രങ്ങളുടെ ശക്തി മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെൻറ് അവയെ നിയന്ത്രിക്കാൻ പല ശ്രമങ്ങളും നടത്തി. അതിൽ പ്രധാനപ്പെട്ടതാണ് 1878 ലിട്ടൺ പ്രഭു നടപ്പാക്കിയ പ്രാദേശിക പത്രഭാഷാ നിയമം. അപ്പോൾ 1878 ലിട്ടൺ പ്രഭുവാണ് എന്ത് കൊണ്ടുവന്നത്? പ്രാദേശിക പത്രഭാഷാ നിയമം കൊണ്ടുവന്ന വൈസ്രോയി. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, പ്രാദേശിക പത്രഭാഷാ നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? ലിട്ടൺ പ്രഭു. ഏത് വർഷമാണ്? 1878 ഇതിലൂടെ പ്രാദേശിക ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, പ്രാദേശിക ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ നിയമം ഏതാണ്? അത് പ്രാദേശിക പത്രഭാഷാ നിയമമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു പത്രമാണെന്ന് നമ്മൾ പറഞ്ഞു. ഏത്? ബംഗാളി പത്രം. ആദ്യം സുലഭ് സമാചാർ. അതുപോലെ തന്നെ ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർന്നു വന്നു. എന്തിനെതിരെയാണ്? ഈ 1878 പ്രാദേശിക പത്രഭാഷാ നിയമത്തിനെതിരെ എന്തുയർന്നു വന്നു? വളരെ ശക്തമായ പ്രക്ഷോഭം ഉയരുകയും ഗവൺമെൻറ് അത് പിൻവലിക്കുകയും ചെയ്തു. അക്കാലത്ത് പത്രങ്ങൾ വായിക്കുന്നതും അതിലെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതും പത്രങ്ങളെ സംരക്ഷിക്കുന്നതും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായാണ് ജനങ്ങൾ കണക്കാക്കിയിരുന്നത്.
വിദ്യാഭ്യാസം ദേശത്തിന് എന്ന തലക്കെട്ടോടുകൂടി ഇവിടെ തന്നിരിക്കുന്നത് ചില സാമൂഹിക പരിഷ്കർത്താക്കൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞ ഉദ്ധരണികളാണ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് ആരാണ്? രാജാ റാം മോഹൻ റോയി. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? അത് കേശവ് ചന്ദ്ര സെന്നാണ്. അതുപോലെ തന്നെ വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് വീരേശലിംഗ പന്തിലുവാണ്. ഇത് LDC കേരള ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസിൻ്റെ 2019 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏത്? വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ്. ആരാണ് പറഞ്ഞത്? വീരേശലിംഗ പന്തലു. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് രാജാ റാം മോഹൻ റോയിയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തിയും ആവശ്യകതയും കുറിച്ച് വിവിധ സാമൂഹ്യ പരിഷ്കർത്താക്കൾ കാഴ്ചപ്പാടുകളാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. സമൂഹത്തിൽ മാറ്റങ്ങളുണ്ടാക്കാൻ വിദ്യാഭ്യാസത്തിന് കഴിയും, ഐക്യം നിലനിർത്താൻ വിദ്യാഭ്യാസത്തിന് കഴിയും എന്നൊക്കെയായിരുന്നു ഇവരുടേതായിട്ടുള്ള വിദ്യാഭ്യാസം എന്തിനെല്ലാം സഹായകമാകും എന്നതിനുള്ള ഉത്തരങ്ങളായിട്ട് നൽകിയിരിക്കുന്നത്. ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നതായിരുന്നു ദേശീയബോധം വളർത്താനുള്ള ഒരു പ്രധാന മാർഗം. അതിലൂടെ മതേതര വിദ്യാഭ്യാസം എല്ലാ വിഭാഗക്കാർക്കും നൽകാൻ കഴിഞ്ഞു. 1884 GG അഗാർക്കർ, ബാലഗംഗാധർ തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവർ ചേർന്ന് പൂനെയിൽ സ്ഥാപിച്ച ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ദേശീയ കാഴ്ചപ്പാടോടെ ഇന്ത്യയിൽ രൂപീകൃതമായ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഒരു ഉദാഹരണമാണ്. ഇന്ത്യക്കാരുടെ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവും പുരോഗതിക്ക് ആധുനിക വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് അതിൻ്റെ സ്ഥാപകർക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി വന്ന വർഷം 1884. എവിടെയാണ് വന്നത്? പൂനെയിലാണ് വന്നത്. ആരൊക്കെയാണ് അത് സ്ഥാപിച്ചത്? GG അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ ഇന്ത്യയിലെ എന്നിവർ ചേർന്നിട്ടാണ് ഈ ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിക്കുന്നത്. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനം ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയ്ക്കായി നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. 1916 DK കാർവെ മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. സ്ത്രീകളുടെ ഉന്നമനത്തിന് വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് സ്ഥാപിച്ചത്. ഇതിനെ തുടർന്ന് അനേകം വിദ്യാലയങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ രൂപം കൊണ്ടു. പാശ്ചാത്യ വിദ്യാഭ്യാസത്തോടും സാമൂഹിക അനാചാരങ്ങളോടുമുള്ള എതിർപ്പ്, ദേശീയമായ കാഴ്ചപ്പാട് ഇവയുടെ മുഖമുദ്രയായിരുന്നു. അപ്പോൾ 1905 എന്താണ് നടന്നത്? ബംഗാൾ വിഭജനം. ഇതേ തുടർന്ന് എന്തുണ്ടായി? സ്വദേശാഭിമാനി പ്രസ്ഥാനം ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയ്ക്കായി നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. 1916 DK കാർവെ മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെ? മഹാരാഷ്ട്രയിൽ. ആരാണ്? DK കാർവെ. വർഷം 1916. ഓക്കെ. ഇനി രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച വിശ്വഭാരതി സർവകലാശാല രാഷ്ട്രങ്ങളുടെ അതിരുകൾക്കപ്പുറത്തുള്ള ദേശീയ പ്രസ്ഥാനത്തിന്, സാഹോദര്യത്തിന് ഊന്നൽ നൽകി. പാശ്ചാത്യവും പൗരസ്ത്യപരവുമായ സംസ്കാരങ്ങൾ യോജിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയായിരുന്നു ഇതിലൂടെ ടാഗോർ ലക്ഷ്യമിട്ടത്. അപ്പം രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ചത് ഏത് സർവകലാശാലയാണ്? വിശ്വഭാരതി സർവകലാശാല. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ശക്തി പ്രാപിച്ച കാലഘട്ടത്തിൽ മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി എന്നിവരുടെ നേതൃത്വത്തിൽ അലിഗഡിൽ സ്ഥാപിച്ച വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു ജാമിയ മില്ലിയ ഇസ്ലാമിയ. മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തും എന്ന കാഴ്ചപ്പാടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനം. അപ്പം അലിഗഡിൽ സ്ഥാപിച്ച ജാമിയ മില്ലിയ ഇസ്ലാമിയയുടെ സ്ഥാപക നേതാക്കൾ ആരൊക്കെയായിരുന്നു? മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി. ഓക്കെ.
പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും കടന്നുകയറ്റം ഇന്ത്യയുടെ പാരമ്പര്യ കലാരൂപങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായി. ഇതിനെ തുടർന്ന് ഇത് പ്രതിരോധിക്കാനും പാരമ്പര്യ കലാരൂപങ്ങളെ ഉദ്ധരിക്കാനുമായി ഇന്ത്യയിൽ നിരവധി ശ്രമങ്ങൾ നടന്നു. ഈ ലക്ഷ്യത്തോടെയാണ് മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശ്ശൂരിൽ കലാമണ്ഡലം സ്ഥാപിച്ചത്. അപ്പോൾ തൃശ്ശൂരിൽ കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. 1937 മഹാത്മാഗാന്ധി സവിശേഷമായ ഒരു വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ചു. അപ്പോൾ 1937 മഹാത്മാഗാന്ധി എന്താണ് ഒരു വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ചു? വാർത്താ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെട്ട ഇതിൻ്റെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായിരുന്നു. അപ്പോൾ വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായിരുന്നു. ചില തൊഴിലുകൾ പഠിപ്പിച്ചാൽ അത് ഭാവി ജീവിതത്തിന് ഗുണകരമാകുമെന്ന് ഗാന്ധിജി കരുതി. ഇത്തരത്തിൽ വളർന്നു വരുന്ന ഒരു തലമുറയിലൂടെ ബ്രിട്ടീഷുകാരെ പ്രതിരോധിക്കാമെന്നായിരുന്നു ഗാന്ധിജിയുടെ അഭിപ്രായം. പിന്നെ ഈ താലി എന്താണെന്ന് നമുക്ക് നോക്കാം. ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകാം എന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചു. 8 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നും അത് മാതൃഭാഷയിലായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗാന്ധിജി വിഭാവനം ചെയ്ത ഈ വിദ്യാഭ്യാസ പദ്ധതി നയി താലീം നൂതന വിദ്യാഭ്യാസം എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1937 വാർത്താ സമ്മേളനം ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി ഡോക്ടർ സക്കീർ ഹുസൈൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയമിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? 1937 മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? വാർത്താ വിദ്യാഭ്യാസ പദ്ധതി. ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകാൻ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഗാന്ധിജി. ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് ഇത്? 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് അത് മാതൃഭാഷയിലായിരിക്കണമെന്നുമാണ് ഗാന്ധിജി അഭിപ്രായപ്പെട്ടത്. ഗാന്ധിജി വിഭാവനം ചെയ്ത ഈ വിദ്യാഭ്യാസ പദ്ധതി എങ്ങനെയാണ് അറിയപ്പെടുന്നത്? നയി താലീം. നയി താലീം എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? നൂതന വിദ്യാഭ്യാസം. 1937 INCയുടെ വാർത്താ സമ്മേളനം ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി ഒരു കമ്മിറ്റിയെ നിയമിക്കുന്നു. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സക്കീർ ഹുസൈൻ. ഈ സാഹിത്യവും ദേശീയതയാണ് അടുത്ത ഹെഡിങ്. അതിലെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന ജീർണതകൾക്കും ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനുമെതിരായി പ്രതിഷേധം സാഹിത്യത്തിലും പ്രതിഫലിച്ചു. അപ്പോൾ ഈ ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന അനാചാരങ്ങൾക്കും ബ്രിട്ടീഷുകാരുടെ ഈ സാമ്പത്തിക ചൂഷണത്തിനും ക്രൂരതകൾക്കും എതിരെയായിട്ടുള്ള പ്രതിഷേധം സാഹിത്യത്തിലൂടെയും പ്രതിഫലിച്ചു. രാജ്യത്തിൻ്റെ ഓരോ ഭാഗത്തും ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും പ്രതിസന്ധികളും സാഹിത്യകാരന്മാർ തങ്ങളുടെ കൃതികളിൽ ചിത്രീകരിക്കാൻ തുടങ്ങി. ഇവ വായിച്ച മറ്റു പ്രദേശങ്ങളിലെ ജനങ്ങൾക്കും ഈ ദുരിതങ്ങൾ തങ്ങളുടേത് കൂടിയാണെന്ന് അനുഭവപ്പെട്ടു. ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി ഈ വ്യവസ്ഥയ്ക്കെതിരായി പ്രതിഷേധിക്കാൻ മുന്നോട്ട് വന്നു. കവിതകൾ, കഥകൾ, നാടകങ്ങൾ, നോവലുകൾ തുടങ്ങിയവയിലൂടെ എഴുത്തുകാർ തങ്ങളുടെ ആശയങ്ങളും പ്രതിഷേധങ്ങളായി ജനങ്ങളുമായി പങ്കുവച്ചു. ഇത് ജനങ്ങളിൽ ചൂഷണവിരുദ്ധ മനോഭാവവും സ്വന്തം രാജ്യത്തോട് ഇഷ്ടവും വളരുന്നതിന് കാരണമായി. മാതൃരാജ്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രാദേശിക ഭാഷകളിൽ രചിക്കപ്പെട്ട കൃതികൾ നിരക്ഷരരായ ജനങ്ങളും സാക്ഷരരായ വരേണ്യവർഗവും തമ്മിലുള്ള അന്തരം കുറച്ചു. ശിശിർ കുമാർ ഘോഷ്, സത്യേന്ദ്രനാഥ ടാഗോർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഒരു നാടകം അവതരിപ്പിക്കുന്നു. ആ നാടകമാണ് ഭാരത് മാത എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം ഈ ഭാരത് മാത എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദികൾ പ്രത്യക്ഷപ്പെടുന്നതിന് കാരണമായ നാടകത്തിന് നേതൃത്വം നൽകിയവരാരൊക്കെയാണെന്ന് ചോദിച്ചാൽ ശിശിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ ടാഗോറുമായിരുന്നു. തുടർന്ന് ബംഗാളി സാഹിത്യകാരനായ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഒരു പാശ്ചാത്യ സാഹിത്യ രൂപമായിരുന്ന നോവലിനെ ഇന്ത്യക്കാരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ചിത്രീകരിക്കാനുള്ള മാധ്യമമാക്കി മാറ്റി. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച
രചിച്ച ആനന്ദമഠമാണ് അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ ഏറ്റവും ശ്രദ്ധേയം. അപ്പോൾ ബംഗാളി കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ഏതാണ്? അത് ആനന്ദമഠമാണ്. ആനന്ദമഠമാണ്. ഇനി അതിൽ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ വന്ദേ മാതരം എന്ന നമ്മുടെ ദേശീയ ഗാനം എടുത്തിരിക്കുന്നത് ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ്. അപ്പോൾ ഇതിലൂടെ, ഈ ആനന്ദമഠത്തിലൂടെ ബംഗാളി കർഷകരുടെ അവസ്ഥയും സമ്പന്നരും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസവും ഇന്ത്യയിലെ ജനങ്ങളെ ആകെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതിൽ നിന്നാണ് വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പിക്ചറാണ് ഇത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പിക്ചറാണ്. അതുപോലെ തന്നെ അടുത്തത് നമ്മൾ പറയുന്നത് ബംഗാളി നാടകകൃത്തായ ദീനബന്ധു മിത്ര രചിച്ച നീൽ ദർപ്പൺ ബംഗാളി നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി അദ്ദേഹം ചിത്രീകരിച്ചു. നൂറുകണക്കിന് വേദികളിൽ അരങ്ങേറുന്ന ഈ നാടകത്തെ വർദ്ധിച്ച ആവേശത്തോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. നീൽ ദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ സുരേന്ദ്രനാഥ് ബാനർജി സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനം ഏറ്റെടുക്കുന്നു. ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കർഷക കലാപങ്ങൾക്ക് ഈ നാടകം പ്രചോദനമായി. ഏത് നാടകം? നീൽ ദർപ്പൺ. എഴുതിയത് ആരാണ്? ദീനബന്ധു മിത്ര. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച നാടകം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? നീൽ ദർപ്പണാണ് കേട്ടോ. ഇനി നീൽ ദർപ്പണിൻ്റെ രചയിതാവ് ആരാണെന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? ദീനബന്ധു മിത്ര. ഇനി നീൽ ദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്ത സംഘടന ഏതാണ്? അത് ഇന്ത്യൻ അസോസിയേഷനാണ്. ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? അത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. സാരേ ജഹാം സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ച ഉറുദു കവിയായ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ തൻ്റെ കവിതകളിലൂടെ ഇന്ത്യയുടെ പ്രകൃതി ഭംഗിയെയും ജനങ്ങളുടെ ഐക്യത്തെയും പാടിപ്പുകഴ്ത്തി. ഇന്ത്യ എന്ന ഏകരാഷ്ട്രത്തെക്കുറിച്ചുള്ള ബോധം ജനങ്ങളിൽ സൃഷ്ടിക്കാൻ രചനകൾ കാരണമായി. വിവിധ ഭാഷകളിൽ നിരവധി സാഹിത്യകാരന്മാർ രാജ്യസ്നേഹവും സ്വദേശാഭിമാന ബോധവും തുളുമ്പുന്ന കൃതികൾ രചിക്കാൻ തുടങ്ങി. അപ്പോൾ സാരേ ജഹാം സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ചത് ആരാണ്? ഉറുദു കവിയായ അല്ലാമ മുഹമ്മദ് ഇക്ബാലാണ്. ഇനി വീണ്ടും നമുക്കിവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, കൃതികളും എഴുത്തുകാരും. അപ്പോൾ കൃതികൾ ഗോര ഗീതാഞ്ജലി. എഴുതിയതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഏതു ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. സേവാ സദൻ, പ്രേമാശ്രം, രംഗഭൂമി, ഗോദാൻ ഇവയൊക്കെ പ്രേംചന്ദാണ് എഴുതിയത്. പ്രേംചന്ദ് ഏത് ഭാഷയിലാണ്? ഹിന്ദി ഭാഷയിലാണ്. പാഞ്ചാലി ശബ്ദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എഴുതിയത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതി. ഏത് ഭാഷയിലാണ്? തമിഴ് ഭാഷയിലാണ് അദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത്. ബോക്സ് ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ഹയാത്ത് ഇ സാദി, അൽത്താഫ് ഹുസൈൻ ഹാലി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു രചനയാണ് ഹയാത്ത് ഇ ജവീദ്. ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് ആരുടെയാണ്? അൽത്താഫ് ഹുസൈൻ ഹാലി. ഏത് ഭാഷയാണ്? ഉറുദു ഭാഷ. നിബന്ധമാല, വിഷ്ണു കൃഷ്ണ ചിപ്ലങ്കർ. നിബന്ധമാല എഴുതിയത് ആരാണ്? വിഷ്ണു കൃഷ്ണ ചിപ്ലങ്കർ. മറാത്തി ഭാഷയിലാണ് അദ്ദേഹം ഇത് എഴുതിയത്. എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ എഴുതിയത് വള്ളത്തോൾ നാരായണ മേനോനാണ്. അല്ലേ? ഭാഷ പ്രത്യേകം നമുക്ക് പറയേണ്ട, നമുക്കറിയാം. എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയതാണ് എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. ദേശീയത കലയിൽ എന്നതാണ് അടുത്ത നമ്മുടെ തലക്കെട്ട്. ബംഗാളി ചിത്രകാരനായ അവനീന്ദ്രനാഥ ടാഗോർ സ്വദേശി സമരകാലത്ത് വരച്ച ജലഛായ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആഹാരം, വസ്ത്രം, വിജ്ഞാനം എന്നിവ നൽകുന്ന
ഭാരതമാതാവിനെയാണ് അദ്ദേഹം ചിത്രീകരിച്ചിട്ടുള്ളത്. ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ ഈ ചിത്രം നിർണായകമായ ഒരു പങ്ക് വഹിച്ചു. അപ്പോൾ ഭാരതമാത എന്ന ചിത്രം ആരുടെയാണെന്ന് നമ്മൾ പറഞ്ഞത്? അവനീന്ദ്രനാഥ ടാഗോർ. തുടർന്ന് പല രൂപത്തിൽ ഭാരതമാതയുടെ ചിത്രം ഇന്ത്യയുടെ ഭൂപടത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ പ്രചാരത്തിലായി. ഇന്ത്യൻ ചിത്രകലയെ പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്നും മോചിപ്പിക്കാനും ഭാരതീയ സംസ്കാരത്തിലും ദേശീയ പാരമ്പര്യത്തിലും അടിയുറച്ച പൗരസ്ത്യ ചിത്രകലയുടെ പ്രോത്സാഹനത്തിനുമായി അദ്ദേഹം കൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിച്ചു. അപ്പം ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് ആരാ സ്ഥാപിച്ചത്? അത് അവനീന്ദ്രനാഥ ടാഗോർ ആണ്. എവിടെയാണ് അദ്ദേഹം സ്ഥാപിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം എവിടെയാണ്? കൽക്കത്ത. അതുപോലെ തന്നെ ഇന്ത്യയിൽ ശ്രദ്ധേയമായ സാഹിത്യകൃതികളിൽ നിന്നും ചരിത്ര സംഭവങ്ങളിൽ നിന്നും സന്ദർഭങ്ങളെയാണ് നന്ദലാൽ ബോസ് തൻ്റെ ചിത്രങ്ങൾക്ക് വിഷയമാക്കിയത്. നന്ദലാൽ ബോസ് ആരാണ്? നന്ദലാൽ ബോസ് സതി എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസാണ്. അദ്ദേഹം ഒരു പ്രശസ്ത ചിത്രകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രമായിരുന്നു സതി. ഇന്ത്യയിൽ നിലനിന്ന ദുരാചാരങ്ങളിലൊന്നായ സതി അനുഷ്ഠിക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആരെയും സ്പർശിക്കുന്ന ഈ ചിത്രം ഇതാണ് സതി നന്ദലാൽ ബോസ് തൻ്റെ ഭാവനയിൽ വരച്ച സതി എന്ന ചിത്രം ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ചിത്രത്തിലൂടെ നന്ദലാൽ ബോസിൻ്റെ ഈ ചിത്രത്തിലൂടെ അതൊരു എല്ലാവരെയും ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഒരു ചിത്രമായി മാറി. ഇത്തരം ദുരാചാരങ്ങൾക്കെതിരായി മനോഭാവം ഇന്ത്യക്കാരിൽ വളർത്താൻ കാരണമായി. അദ്ദേഹത്തിൻ്റെ ഗ്രാമീണ ചെണ്ടക്കാരൻ വില്ലേജ് ഡ്രമ്മർ എന്ന ചിത്രം 1838 ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും അതിനെ കോൺഗ്രസിൻ്റെ പോസ്റ്ററിന് ചിത്രമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ 1938 ഹരിപുരയിൽ നടന്ന INC സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച ചിത്രം ഏതാണ്? അത് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ഈ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് ആരാണ്? അത് നന്ദലാൽ ബോസാണ്. ഓക്കെ, ഇനി അതിനെക്കുറിച്ച് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ജീവിത ദുരിതങ്ങളാണ് വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ അമൃത ഷെർഗിൽ ചിത്രീകരിച്ചത്. ഇന്ത്യയിലെ ജീവിതത്തെയും സംസ്കാരത്തെയും ഷെർഗിൽ ചിത്രീകരിച്ചിരുന്നു. അവരുടെ സൃഷ്ടികൾ ഇന്ത്യക്കാരുടെ മനസ്സിൽ ഒരൊറ്റ ഇന്ത്യയുടെ ചിത്രം വരച്ചു. അപ്പോൾ അമൃത ഷെർഗിൽ വരച്ച ചിത്രം ഏതാണ്? ഗ്രാമീണ ജീവിതം. ഇതാണ് അമൃത ഷെർഗിലിൻ്റെ ഗ്രാമീണ ജീവിതം എന്ന ചിത്രം. 1938 ഹരിപുര INC സമ്മേളനത്തിൽ പ്രചരിപ്പിച്ച നന്ദലാൽ ബോസിൻ്റെ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രമാണ് ഈ പിക്ചറിൽ തന്നിരിക്കുന്നത്. ഇന്ത്യൻ ജനതയിൽ ദേശീയ ഐക്യം വളർത്താൻ സഹായിക്കുന്ന ദേശീയ ചിഹ്നങ്ങളായിട്ടാണ് ഇവയെ കണക്കാക്കുന്നത്. ഇതോടൊപ്പം രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ദേശീയ ഗാനവും ദേശീയ ബോധം സൃഷ്ടിക്കാൻ സഹായകമായി. സ്വദേശി സമരകാലത്താണ് ആദ്യമായി ത്രിവർണ്ണ പതാകയ്ക്ക് രൂപം നൽകിയത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്ന 8 താമരകളും ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പ്രതീകമായി ഒരു അർദ്ധചന്ദ്രനു മടങ്ങുന്നതായിരുന്നു പതാക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ചർക്കയോടുകൂടിയ ദേശീയ പതാകയ്ക്ക് രൂപം നൽകി. ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്വത്തിൻ്റെയും വിദേശാധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിൻ്റെയും പ്രതീകമായിരുന്നു ചർക്ക. 1947 ഇന്നത്തെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചത്. എന്നാണെന്ന് ചോദിച്ചാൽ 1947 സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നെടുത്ത ദേശീയമുദ്രയെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പം എവിടെ നിന്നാണ് നമ്മുടെ ദേശീയമുദ്ര എടുത്തിരിക്കുന്നത്? സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര എടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിലുടനീളം ഉപയോഗിക്കപ്പെട്ടത് ദേശീയ ഗീതം അല്ലേ? അപ്പോൾ ഈ ദേശീയ ഗീതങ്ങളും ചിത്രങ്ങളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിലുടനീളം നമ്മൾ ഉപയോഗിച്ചു. ഇന്ത്യൻ ജനതയിൽ ദേശീയബോധം വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചവയും ഈ ചിഹ്നങ്ങളൊക്കെ ആയിരുന്നു. ഇന്ത്യൻ ദേശീയത ആവിർഭവിച്ചത് 19-ാം നൂറ്റാണ്ടിലാണെങ്കിൽ സ്വാതന്ത്ര്യത്തിനും
സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദേശീയ സമരം ആരംഭിക്കുന്നത് അതിനു വളരെ മുൻപ് തന്നെയാണ്. ഇന്ത്യൻ ജനത ഒരു രാഷ്ട്രത്തെക്കുറിച്ച് സങ്കല്പങ്ങൾ രൂപപ്പെടുത്തിയിരുന്നു. തങ്ങൾക്ക് പരമാധികാരമുള്ള രാജ്യത്ത് ഇന്ത്യയുടെ ആധുനികവൽക്കരണം നടപ്പിലാക്കാൻ അവർ ആഗ്രഹിച്ചു. സ്വാതന്ത്ര്യവും സമത്വവും പരമാധികാരവും നേടാൻ ഇന്ത്യൻ ജനതയുടെ തീവ്രമായ ആഗ്രഹം സാഹിത്യം, കല, വിദ്യാഭ്യാസം, പത്രപ്രവർത്തനം, സാമൂഹിക പരിഷ്കരണം എന്നീ മേഖലകളിൽ പ്രതിഫലിച്ചു. ഇത് ഇന്ത്യൻ ദേശീയതയ്ക്ക് ഉണർവേകി. ഈ പാഠത്തിൻ്റെ ലാസ്റ്റ് പറയുന്നതാണ് മാടം കാമയും ത്രിവർണ്ണ പതാകയും. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ധീര വനിതകളിൽ ഒരാളാണ് മാഡം ഭിക്കാജി കാമ. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് ആരായിരുന്നു? മാഡം ഭിക്കാജി കാമയായിരുന്നു. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയ വനിത ആരാണ്? മാഡം ഭിക്കാജി കാമയാണ്. 1907 ജർമ്മനിലെ സ്റ്റട്ട്ഗർട്ടിൽ വെച്ച് നടന്ന രണ്ടാം ഇൻ്റർനാഷണലിൻ്റെ സമ്മേളനത്തിലാണ് ത്രിവർണ്ണ പതാക ഉയർത്തിയത്. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാഠം സംസ്കാരവും ദേശീയതയും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. സംസ്കാരവും ദേശീയതയിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. സാമൂഹിക പരിഷ്കർത്താക്കളെക്കുറിച്ച് പഠിച്ചു. സതി നിരോധിക്കാൻ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ നിരോധിക്കാൻ ശക്തമായി എതിർത്തത്, അതിനെതിരെ സതിക്കെതിരെ ശക്തമായി എതിർത്തത് ആരായിരുന്നു? രാജാറാം മോഹൻ റോയി ആയിരുന്നു. വിധവാ പുനർവിവാഹം ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാഭായിയാണ്. അതുപോലെ പത്രങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത്, ആനി ബസന്റ് പത്രങ്ങളെക്കുറിച്ചുള്ള ഒരു ബോക്സ് നമ്മൾ പഠിച്ചു. അത് നിങ്ങൾ നിർബന്ധമായും പഠിക്കണം. അതുപോലെ തന്നെ വിദ്യാഭ്യാസം അല്ലേ? പല വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ, നൈതാലി, വാർത്താ പദ്ധതി ഇവയൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് സാഹിത്യത്തിൻ്റെ പങ്ക്, നീൽ ദർപ്പൺ ആരാണ്? ദീനബന്ധു മിശ്ര. അതുപോലെ തന്നെ ചിത്രങ്ങൾ, അമൃത ഷെർഗിലിൻ്റെ ഗ്രാമീണ ജീവിതവും നന്ദലാൽ ബോസിൻ്റെ ഗ്രാമീണ ചെണ്ടക്കാരനും സതിയും ഒക്കെ നമ്മൾ പഠിച്ചു. ഇവയെല്ലാം കൂടി ചേർന്നതാണ് സംസ്കാരവും ദേശീയതയും എന്ന പാഠം. ഈ പാഠവും അതുപോലെ തന്നെ നമ്മുടെ 6ാം പാഠം സമരവും സ്വാതന്ത്ര്യവും ഇവയിൽ നിന്നും എല്ലാം റിപ്പീറ്റായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ക്ലാസ് നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ഈ നോട്ടിൽ ഇത് സമഗ്ര പോർട്ടലിൽ നിന്നുള്ള ടെക്സ്റ്റ് ബുക്കാണ്, വേറൊന്നുമല്ല. കാരണം ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. മാറിയ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഇനി പഠിക്കും. ഇപ്പോൾ നമുക്ക് ഈ പുസ്തകം പഠിക്കണം. എല്ലാവരും ഇത് കേൾക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇടുക. ഞാൻ അതിനുറപ്പായിട്ടും നിങ്ങളുടെ സംശയത്തിനുള്ള മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു എവരിവൺ.